പൊതുവെ കുട്ടികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പക്ഷെ അടുത്തിടെ ഫഹദ് ഫാസിലിന്റെ ഒരു വെളിപ്പെടുത്തലോടുകൂടി നമുക്ക് മനസ്സിലായി കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ADHD ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ കാണപ്പെടാറുണ്ട്. ADHD ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. കുട്ടികളിലും മുതിർന്നവരിലും ഇതിന്റെ സിംറ്റംസ് വ്യത്യസ്തമാണ്. കുട്ടികളിലാണെങ്കിൽ അടങ്ങിയിരിക്കാതിരിക്കുക, മുഴുവൻ സമയം ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായി ഓടിച്ചാടി നടക്കുക, പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക തുടങ്ങിയവയാണ്. മുതിർന്നവരിലാണ് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ മാത്രം കൂടുതൽ സമയം കേന്ദ്രീകരിക്കുക, അത് കാരണം മറ്റു പല കാര്യങ്ങളും മുടങ്ങി പോവുക, ടൈം ബീയിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷമയില്ലാതെ ഇടയിൽ കയറി സംസാരിക്കുക, ഇതിന്റെ സിംറ്റംസ് ആയിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരാൾക്ക് ADHD ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അത് നിർണ്ണയിക്കാൻ വേണ്ടി കൃത്യമായ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് നിർബന്ധമാണ്. ADHD-കാരെ പൊതുവെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ഒരു എനർജി ലെവൽ, അവർ ആക്റ്റീവ് ആവുന്ന ലെവലിലേക്ക് പലപ്പോഴും നമുക്ക് അവരോട് ഓടിയെത്താൻ പറ്റില്ല. നമുക്കറിയാം, ലോക ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ ചരിത്രം മാറ്റിക്കുറിച്ച ഒരു വ്യക്തിയുണ്ട്, മൈക്കൽ ഫെലിപ്സ്. അദ്ദേഹം തന്റെ ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറയുന്നത് തനിക്ക് ചെറുപ്പത്തിൽ ADHD ഡയഗ്നോസ് ചെയ്യപ്പെട്ടിരുന്നുവെന്നും തന്റെ ആ ഫ്ലോ ചെയ്യുന്ന എക്സ്ട്രാ എനർജിയെ കൃത്യമായി സ്വിമ്മിങ്ങിലൂടെ ചാനലൈസ് ചെയ്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിലൂടെയാണെന്ന് അദ്ദേഹം പറയപ്പെടുന്നത്. അദ്ദേഹം മാത്രമല്ല, ലോക പ്രശസ്ത ബിസിനസ്സുകാരനും വിർജിൻ ഗ്രൂപ്പിന്റെ ഓണറുമായ റിച്ചാർഡ് ബ്രാൻസൺ, ഹോളിവുഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള എമ്മ വാട്സൺ, വിൽ സ്മിത്ത് ആൻഡ് ജിം കാരി, ഇവരൊക്കെ ചെറിയ പ്രായത്തിൽ ADHD ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അവർ എന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ പാരന്റ്സ് കൃത്യമായി അവരെ കൂടെ നിൽക്കുകയും ആ എനർജിയെ ചാനലൈസ് ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഇപ്പോഴും കുട്ടികളെ ബാധിക്കുന്ന ലേണിംഗ് ഡിസേബിലിറ്റീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, APD, VPD അല്ലെങ്കിൽ ADHD തന്നെ ആവട്ടെ, ഇതിനെ കുറിച്ചൊന്നും അവെയർ അല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ പലപ്പോഴും നമ്മൾ മന്ദബുദ്ധി എന്നും പൊട്ടന്നൊക്കെ വിളിച്ച് മാറ്റി നിർത്തുന്നത്. അവർക്ക് വേണ്ടത് മാറ്റി നിർത്തലല്ല, കൃത്യമായ ക്ലിനിക്കൽ പ്രോസസ്സിലൂടെ അവരുടെ ബുദ്ധിമുട്ട് കണ്ടെത്തി അതിനെ വളരെ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊരു വിൽ സ്മിത്തിനെയോ അല്ലെങ്കിൽ ഒരു ജിം കാരിയോ അല്ലെങ്കിൽ ഒരു ഫഹദ് ഫാസിലിനെയോ ആവാം.